മധുരമുള്ള തേനിനേക്കാളേറെ മധുരം ആ ഹൗദിന്റെ പാനീയത്തിനുണ്ട്. പാലിനേക്കാൾ വെളുപ്പ്, ലോകത്തെ ഏറ്റവും വലിയ ആ വെള്ള നിറം പാലിനാണ്. അത് വേറെ വേറെ ഒന്നിനുമില്ല. അതിനേക്കാൾ വെള്ള നിറമാണ് ആ ഹൗദുൽ കൗസറിന്റെ വെള്ളത്തിന്. പിന്നെ അൽഹംദുലില്ലാഹ് മഞ്ഞുതുള്ളിയെ പോലെ അതിനേക്കാൾ ശീതളം, മഞ്ഞുതുള്ളിയേക്കാൾ നല്ല നേരിയ തണുപ്പ്, നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തണുപ്പ്. അങ്ങനെ തുടങ്ങി നക്ഷത്രങ്ങളെക്കാൾ പാത്രങ്ങൾ അതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ആകാശത്ത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന പോലെ ആ ഹൗദിൽ കൗസറിനകത്ത് ഇങ്ങനെ പാനീയം ഈ പാത്രങ്ങൾ. നമ്മളൊക്കെ ഈ മൗലിദിന്റെ ബൈത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതാഖ് യൗമ നസിരി കിതാബിയ സയ്യിദി ഖിർനി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഹൗദുൽ കൗസറിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്ര ആഗ്രഹിച്ചുകൊണ്ടാണ് നബിയെ ഞങ്ങൾ വരുന്നത്. ആ സമയത്ത് ആ വെള്ളം ഞങ്ങൾക്ക് തരണം. നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. സൂറത്തുൽ കൗസർ ഓതിയിട്ട് നബി തങ്ങളുടെ മുന്നിലേക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് പാനീയം കുടിക്കാനായി ഓടി ചെല്ലുമ്പോൾ ഗബാനിയത്തിന്റെ മലക്കുകൾ ഇരുമ്പ് ദണ്ടുകൊണ്ട് എവനത് കൊടുക്കേണ്ട നബിയെ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകൾ പച്ച കള്ളമാണെന്നൊക്കെ പറഞ്ഞ് നബിതങ്ങളുടെ ആദർശത്തെ വലിച്ചഴക്കുന്നവർക്കൊക്കെ അവിടെ ഈ ഒരു ഗതികേടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഹദീസും ആയത്തൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ എത്ര പ്രാവശ്യം ഉസ്താദുമാരോടും മറ്റൊക്കെ ചോദിച്ച് പഠിച്ചിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. കാരണം എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇജ്തിഹാദ് നടത്തി പഠിച്ചു പറയാനെങ്കിലുമുള്ള കഴിവൊന്നുമില്ല. അതൊക്കെ നമ്മളെപ്പോഴും മുത്തഅല്ലിമീങ്ങളാണ്. അറിവും പദവിയും പക്വതയുമുള്ള ഉസ്താദുമാരെ മുമ്പിൽ നിർത്തണം. അഹങ്കാരം തൊട്ടു ചീണ്ടാൻ പാടില്ല. അള്ളാഹു ഖുർആനിന്റെ നന്മ നമ്മുടെ മനസ്സിൽ നിറച്ചു തരുമാറാകട്ടെ. ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിന് ഹൗദുൽ കൗസർ ഞാൻ വാക്യത്തെ കുറിച്ച് കൊടുക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞത്? ദുനിയാവിൽ അത്ര കഷ്ടപ്പെടുത്തി ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടും സങ്കടവും പ്രയാസവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുക. ഈ സൂറത്ത് ഓതിയിട്ട് നിരന്തരം ദുആ ചെയ്യുക. വലിയ സന്തോഷമാണ് നബി തങ്ങൾക്ക് ഈ സൂറത്ത്, വലിയ ഇഷ്ടവുമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇഷ്ടം കിട്ടാൻ ഈ സൂറത്ത് നിരന്തരം ഓതുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയ ആവശ്യം നിങ്ങൾക്ക് നിറവേറാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ചോദ്യങ്ങൾക്ക് ശേഷം ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കുക.